അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇനി നമുക്ക് റിയാദുസ് സ്വാലിഹീൻ്റെ പാഠമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. വൻ അംസത്തു അനസു മാലിക്കിൽ അൻസാരിയു ഹാദിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനം. കാല അദ്ദേഹം പറയുകയാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറയുകയാണ്. അല്ലാഹു അഫ്റഹു ബി തൗബത്തി അലി അബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമയുടെ തൗബ കൊണ്ട് വളരെയധികം സന്തോഷിക്കും. എന്തിനേക്കാൾ നിങ്ങളിൽ ഒരാൾ മിൻ അഹദിക്കും, നിങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ കൂടുതൽ അള്ളാഹുവിന് ഉണ്ടാകും. എങ്ങനെയാണ്? നിങ്ങളിൽ ഒരാൾ സക്കത്ത അലാ ബിഐരിഹി വഖദ് അളല്ലുഹു ബി അർളിഹി ഫലാത്തി. അവൻ ഒരു ഒട്ടകത്തിൻ്റെ മുകളിലാണുള്ളത്. അതിൽ ഒട്ടകം നഷ്ടപ്പെട്ടു എന്നു കരുതുക. പിന്നീട് ആ ഒട്ടകം കിട്ടിയാൽ നിങ്ങൾക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകും? അതിനേക്കാൾ വലിയ സന്തോഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അടിമ തൗബ ചെയ്താൽ ഉണ്ടാകുന്നത്. മുത്തഫഖു അലൈഹി. ഇത് ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ്. അടുത്തത് നോക്കാം. വഫി റിവായത്തിലി മുസ്ലിമിൻ. മുസ്ലിമിൻ്റെ ഒരു നിവേദനത്തിലുണ്ട്. അല്ലാഹു അശദ്ദു ഫർഹൻ ബി തൗബത്തി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു തആല വളരെയധികം സന്തോഷിക്കും എപ്പോൾ ഒരടിമ അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുമ്പോൾ വളരെയധികം സന്തോഷിക്കും. എന്തിനേക്കാൾ? മിൻ അഹദിക്കും കാന അലാ റാഹിലത്തിഹി ബി അർളി ഫലാത്തി. നിങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ സന്തോഷം ഓൽ മരുഭൂമിയിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ വാഹനം ഫൻതലക്കത്ത് മിൻഹു. ആ വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കെ നഷ്ടപ്പെട്ടു. അലേഹ. ആ വാഹനത്തിൻ്റെ മുകളിലാണ് തൊഹാമുഹു വശറാബുഹു. അവൻ്റെ ഭക്ഷണവും വസ്ത്രവും വെള്ളവും എല്ലാ വസ്തുക്കളും വഹിച്ച ആ ഒട്ടകം നഷ്ടപ്പെട്ടു. ഐസ മിൻഹ. പിന്നെ അത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അതിനെ തൊട്ടുള്ള ആശ മുറിഞ്ഞു. അത്ത ഷജറത്ത വസ്തജാ. അങ്ങനെ നിരാശനായിക്കൊണ്ട് അദ്ദേഹം വസ്തജഹ ഫീലില്ലഹ. നിരാശനായിക്കൊണ്ട് അദ്ദേഹം ഒരു മരത്തണലിൽ കിടന്നു. മരത്തിൻ്റെ തണലിൽ അദ്ദേഹം ഉറങ്ങി. വഖദ് ഐസ മിൻ റാഹിലത്തിഹി. ആ വാഹനം തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ പൂർണ്ണമായി നിരാശനായി അദ്ദേഹം ആ മരത്തിൻ്റെ ചുവട്ടിൽ അതാ കിടന്നുറങ്ങുന്നു. ബൈനമാ ഹുവ കദാലിക ഇത് ഹുവ ബിഹാ കായിമത്തു ഇൻദഹു. നിരാശനായിരിക്കെ ആ ഒട്ടകം അവനെ സമീപിക്കുന്നു. പാദ ബിഹിതാമിഹ. അപ്പോൾ അദ്ദേഹം അതിൽ കടിഞ്ഞാണ് അങ്ങോട്ട് പിടിക്കുന്നു. സുമ്മകാലമിൻ സിദ്ധത്തിൽ ഫർജി. സന്തോഷം ആധിക്യത്താൽ അമിത സന്തോഷത്താൽ അവൻ പറഞ്ഞു പോകുന്നു. അല്ലാഹുമ്മ അൻത അബ്ദിഹി വഅന റബ്ബുക അഹ്ലാ മിൻ ശിദ്ദത്തിൽ ഫർജി. അല്ലാഹുമ്മ അല്ലാഹുവേ, അൻത അബ്ദി നീ എൻ്റെ അടിമയാണ്, വാറ റബ്ബുക ഞാൻ നിൻ്റെ റബ്ബുമാണ്. മിൻ ശിദ്ദത്തിൽ ഫർഹി സന്തോഷാധിക്യത്താൽ സന്തോഷം കൊണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരു അടിമ തൗബ ചെയ്താൽ അള്ളാഹുവിന് ഉണ്ടാകുന്നത്. അപ്പോൾ അടിമ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ ഈ മനുഷ്യനുണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് അള്ളാഹുവിലേക്ക് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത ഹദീസ് നോക്കാം. വാ നബി മൂസ അബ്ദുല്ലാഹി ഇബ്നു ഖൈസിൽ അശ്അരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂ
മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ തആല യബ്സുത്തു യദഹു ബില്ലൈലി ലിയതൂബു മുസീഉ നഹാരി വയുബ്സിത്തു യദഹു ബിന്നഹാരി ലിയബു മുസീഉൽ ലൈലി ഹത്താ തത്ലഉ ശംസി മിൻ മഗ്രിബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യബ്സുത്തു യദഹു ബില്ലൈലി ലിയതൂബു മുസീഉൻ നഹാർ. പകലിൽ തെറ്റ് ചെയ്തതായ ആളുകൾ തെറ്റ് ചെയ്തവരുടെ തൗബ സ്വീകരിക്കൽ രാത്രി അല്ലാഹു സന്നദ്ധമാകും, സ്വീകരിക്കാൻ തയ്യാറാകും. യബ്സുത്തു ബിന്നഹാരി ലിയതൂബു മുസീഉൽ ലൈലി. രാത്രിയിൽ പാപം ചെയ്തവരുടെ തൗബ സ്വീകരിക്കാൻ പകലിലും അല്ലാഹു സന്നദ്ധമാകും. ഏതുവരെ? ഹത്താ തത്ലഉ ശംസു മിൻ മഗ്രിബിഹ. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതുവരെ അല്ലാഹു തൗബ സ്വീകരിക്കാൻ തയ്യാറാകും. ഏത് തെറ്റ് ചെയ്താലും തൗബ അല്ലാഹു സ്വീകരിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമാകണമെന്ന് മാത്രം. തൗബക്ക് നമ്മൾ ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്, ആ ഷർത്തുകൾ പാലിക്കണം. ഇനി അടുത്ത ഹദീസ് നോക്കാം. വൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു കാല, ബഹുമാനപ്പെട്ട ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ താബ ഖബല അൻ തത്ലഉ ശംസി മിൻ മഗ്രിബിഹാ താബ അല്ലാഹു അലൈഹി. മൻ താബ, വല്ലവനും തൗബ ചെയ്തു, ഖബല അൻ തത്ലഉ ശംസു, സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ്, മിൻ മഗ്രിബിഹ, പടിഞ്ഞാറ് നിന്ന്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിനു മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ തൗബ അല്ലാഹു അലൈഹ, തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇവിടെ ഈ നിബന്ധനകൾക്ക് വിധേയമായ തൗബയാണെങ്കിലാണ് സ്വീകരിക്കുക. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അടുത്ത ഹദീസ് നോക്കാം. വൻ നബി അബ്ദുറഹ്മാനി അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അലൈഹി അൻഹുമാ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിൻ്റെ മകൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ സഹാബിയെ തൊട്ടുള്ള നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ വജലു യഖ്ബലു തൗബത്തുൽ അബ്ദി മാലം യുരിയറു. ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യഖ്ബലു തൗബത്തു അബ്ദി, ഒരു അടിമയുടെ തൗബ സ്വീകരിക്കും, ഒരു ദാസന്റെ തൗബ സ്വീകരിക്കുന്നതാണ്. ഏതുവരെ? മാലം യുഅർ, ആത്മാവ് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം ഒരു അടിമയുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട തുർമുദി ഇമാമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.